വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് അമലുണ്ട്. അമൽ, ഇപ്പോൾ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ആ പ്രചാരണ കേന്ദ്രത്തിലേക്ക്, കൊട്ടിക്കലാശത്തിന്റെ കേന്ദ്രത്തിലേക്ക് എത്തിയോ? പ്രവർത്തകരെല്ലാം തന്നെ എത്രത്തോളം ആവേശത്തിലാണ് അവിടെ? കണ്ണൂരിൽ ആവേശം കൊടിപാറുന്നു എന്ന് പറയും പോലെ ആവേശം കൊടിപാറുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓരോ മുന്നണിയുടെയും കൊടിയും ആകാശത്തോളം ഉയരത്തിൽ പാറിപ്പറക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. ഇന്ന കൊടിയൊന്നുമില്ല. എല്ലാ പാർട്ടികളുടെയും കൊടി, ലീഗിന്റേതായാലും കോൺഗ്രസിന്റേതായാലും CPM-ന്റേതായാലും BJP-യുടേതായാലും എല്ലാ പാർട്ടികളുടെയും കൊടി പാറിപ്പറക്കുകയാണ്. സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും അവസാന ഘട്ടത്തിന്റെ ഭാഗമായി അവർക്ക് നിശ്ചയിച്ചു നൽകിയ ആ ഇടത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പ്രവർത്തകരൊക്കെ തന്നെയും അവർക്ക് നിശ്ചയിച്ചു നൽകിയ ആ ഒരു സ്ഥലത്ത് അവർ സ്വയം മറന്നുകൊണ്ട് ഈ ഒരു കലാശക്കൊട്ടിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. DJ-യുടെ കൂടെ, ആ പാട്ടിന്റെ കൂടെ നൃത്തം ചെയ്യുന്ന പ്രവർത്തകരെയാണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഒപ്പം തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു. ഒപ്പം തന്നെ വിവിധ നിറത്തിലുള്ള ബലൂണുകൾ ആകാശം പാറിപ്പറക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. ഓറഞ്ച് നിറത്തിൽ, വെള്ള, പച്ച, ചുവപ്പ്, അങ്ങനെ വിവിധ നിറത്തിലുള്ള ബലൂണുകൾ. യഥാർത്ഥത്തിൽ ഈ കണ്ണൂരിൽ ഇപ്പോൾ പോലീസിന് വലിയ രീതിയിലുള്ള പണിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, അതായത് ഓരോ മുന്നണിക്കും അവരുടേതായ സ്ഥലം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. അതിനിടയിൽ ഒരു അതിർത്തി എന്ന രീതിയിൽ പോലീസ് വലയം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ സംഘർഷത്തിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ സുരക്ഷ തന്നെയാണ് കണ്ണൂരിൽ നിലവിൽ ഉള്ളത്. ഒപ്പം തന്നെ ചെറുപ്പക്കാർ വലിയ ഒരു ആവേശത്തോടും നൃത്തം ചെയ്യുമ്പോൾ ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ പ്രായമായവരും ഈ ചെറുപ്പക്കാരോടൊപ്പം ഒരു വാശിയോട് കൂടി ഇത്തരത്തിൽ ഡാൻസ് ചെയ്യുന്നു. ഒപ്പം തന്നെ അവർക്ക് വേണ്ടി, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ഒക്കെ കാഴ്ചകളാണ് കണ്ണൂരിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇരുചക്ര വാഹനങ്ങളിൽ നിന്നായി 100 1000 കണക്കിന് പ്രവർത്തകരാണ് കണ്ണൂരിന്റെ പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ നഗര ഹൃദയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അവർ തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ടീഷർട്ടുകൾ ധരിച്ചു, മുഖംമൂടികൾ ധരിച്ചു ഒക്കെ തന്നെയാണ് വാഹനങ്ങളിൽ ഈ കൊട്ടിക്കലാശം നടക്കുന്ന കണ്ണൂരിന്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ലോക്കൽ കേന്ദ്രങ്ങളിലും വലിയ ആവേശം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ലോക്കൽ കേന്ദ്രങ്ങളിൽ നിന്നും വലിയൊരു ഒഴുക്ക് തന്നെ ഈ കണ്ണൂരിന്റെ നഗരത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. നാടും നഗരവും യഥാർത്ഥത്തിൽ കണ്ണൂർ ടൗണിലേക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ണൂർ പട്ടണത്തിലേക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വലിയ ആവേശത്തിൽ തന്നെയാണ് കണ്ണൂർ. തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവസാന നിമിഷമാണ്, ഇനി 1 മണിക്കൂറിൽ താഴെ മാത്രമേ സമയമുള്ളൂ. ഈ അവസാന നിമിഷം തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്വയം മറന്നുകൊണ്ട് പ്രചരണത്തിന്റെ ഭാഗമാവുകയാണ്. ഒപ്പം തന്നെ തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുവാനുള്ള ആ ഒരു പ്രവർത്തനത്തിൽ തന്നെയായിരുന്നു UDF. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നതിന്റെ ഭാഗമായി തന്നെയാണ് UDF. ഒപ്പം തന്നെ ഈ കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ തന്നെ ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് LDF ആദ്യഘട്ടം മുതൽ തന്നെ കണ്ണൂരിൽ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ആദ്യം പ്രചരണം തുടങ്ങിയത് LDF ആയിരുന്നു. പിന്നീടായിരുന്നു NDA-യും UDF-ഉം പ്രചരണത്തിന് ഇറങ്ങിയത്. പിന്നീട് ഒപ്പത്തിനൊപ്പമായിരുന്നു പ്രചരണത്തിലെ ഓരോ നിമിഷത്തിലും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ഒപ്പത്തിനൊപ്പം തന്നെയാണ് അവരുടെ ആവേശവും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ കണ്ണൂരിന്റെ, അതായത് നാടും നഗരവും കണ്ണൂരിലേക്ക് ഉറ്റുനോക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലിബീഷ്. ശരി അമൽ, കണ്ണൂരിൽ നിന്നുള്ള വിശേഷങ്ങളാണ് അമൽ പങ്കുവച്ചത്. കോഴിക്കോട് നിന്ന് റിയാസ് KMR തുടരുന്നുണ്ട്. റിയാസ്, നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടു പ്രായഭേദമന്യേ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ ആനന്ദ നൃത്തത്തിന്റെ കാഴ്ചകൾ പാളയത്തു നിന്ന് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി? പോലീസിന് നല്ല പണിയുണ്ടോ അവിടെ?